ഓക്കെ, അപ്പോൾ നമ്മൾ കോമ്പിനേഷൻ റിയാക്ഷൻ കംപ്ലീറ്റ് കഴിഞ്ഞു. അതേപോലെ തന്നെ എന്താ ഡീകമ്പോഷൻ റിയാക്ഷൻ കഴിഞ്ഞു. അപ്പോൾ ഈ ഡീകമ്പോഷൻ റിയാക്ഷനിൽ ഇപ്പം ജുവാൻ ചോദിച്ച നല്ല ചോദ്യമാണ്. ഒരു ഡേ ടു ഡേ ലൈഫിൽ ഫോട്ടോലിസിസ് വെച്ചിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു എക്സാമ്പിൾ അത് ഫോട്ടോസിന്തസിസ് ആണ്. ഫോട്ടോസിന്തസിസ് എന്ന് പറയുമ്പോൾ നമുക്കല്ല, ഫോട്ടോലിസിസ് ഓഫ് വാട്ടർ ആണ്. അതായത് ലൈറ്റിന്റെ സഹായത്തോടുകൂടി പ്ലാന്റ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. സ്പെസിഫിക്കലി അവിടെ വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആണ് ബാക്കി കാര്യങ്ങളൊക്കെ നടന്നത്. അതുകൊണ്ടാണ് അതിനെ ഫോട്ടോലിസിസ് എന്ന് പറയുന്നത്. ഫോട്ടോസിന്തസിസ് നമുക്ക് എക്സാമ്പിൾ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു റിയാക്ഷനിലേക്ക് നമുക്ക് പോവാണ്. അടുത്ത റിയാക്ഷൻ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. മൂന്നാമത്തെ റിയാക്ഷനാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ബെഞ്ചിൽ ഇപ്പോൾ അപർണയും ഞാനും കൂടി ഇരിക്കുക. ഓക്കെ, അപർണയും ഞാനും കൂടി ഇരിക്കുന്നു. ഒരു ബെഞ്ചിൽ നമ്മൾ ഇരിക്കുകയാണ്. ജുവാൻ അപ്പുറത്തെ ബെഞ്ചിൽ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പം ഈ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന്റെ ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടി പറയുന്നത്, അപ്പം കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ഞാൻ ജുവാനിലൂടെ പോയിരുന്നു. അപ്പം അപർണ ഇവിടെ വരികയും, ഓക്കെ, അതായത് പ്ലേസ് മാറി, ഡിസ്പ്ലേസ് ചെയ്തു. ഈ റിയാക്ടൻസ് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു റിയാക്ടന്റ് അതിന്റെ പ്ലേസ് മാറി വേറെ റിയാക്ടന്റിലൂടെ പോയി എന്നിട്ട് പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നതിനാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ പറയുന്നത്. ഓക്കെ, ഇപ്പം ഞാനും അപർണയും തമ്മിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു കോംബോയാണ്. എന്നാൽ ആ കോംബോ എന്തോ റിയാക്ഷൻ മൂലം ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അത് നേരെ എന്താണ് അപ്പുറത്തെ അതുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ ഒരു കോംബോ ഉണ്ടായി. അപ്പം ഇത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്, അല്ലെങ്കിൽ ഇതിലൂടെ നടക്കുന്നതിനാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. അതായത് എഴുതിക്കോ റിയാക്ഷൻ ഇൻ വിച്ച് more reactive elements displace less reactive elements from its salt solution. is known as displacement reaction. സിമ്പിൾ ഒരു എക്സാമ്പിൾ എടുക്കുക. നമ്മൾ ഇരുമ്പ് എടുക്കുന്നു. ഓക്കെ, ഇരുമ്പിന്റെ ഒരു പീസ് എടുക്കുന്നത് വിചാരിച്ചു. ഇതിനെ നമ്മളൊരു പാത്രത്തിനകത്ത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തിട്ട് അതിനകത്ത് മുക്കി വെക്കാൻ പോകും. അതായത് CuSO4 സൊല്യൂഷൻ എടുക്കുന്നു. അയൺ എടുത്തിരിക്കുന്നത് സോളിഡ് സ്റ്റേറ്റിലാണ്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ്, അത് അക്വസ് സ്റ്റേറ്റിലാണ്. അതായത് കോപ്പർ സൾഫേറ്റ് എടുത്തിട്ട് വെള്ളത്തിനകത്ത് കലക്കിയ അവസ്ഥയാണ് അക്വസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കോപ്പർ സൾഫേറ്റ് എന്ന് പറയും. കോപ്പർ സൾഫേറ്റ്, ഇത് അയൺ. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പാത്രം എടുക്കുന്നു. ആ പാത്രത്തിനകത്ത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുന്നു. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എപ്പോഴും ബ്ലൂ കളറായിരിക്കും. അപ്പൊ നമ്മൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ പാത്രത്തിനകത്ത് എടുത്ത് അതിനകത്ത് അയണിന്റെ ഒരു പീസ് മുക്കി വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നറിയോ? ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കും. ഇവിടെ അയണിന്റെ അയണിന്റെ Fe2+ ബാലൻസ് ആയിട്ട് മാറും. ഇവിടെയോ റിയാക്ഷൻ നടക്കുമ്പോൾ ഇത് Cu2+ SO4 2- ആയിട്ട് മാറും. ഈ Fe2+ എന്ത് ചെയ്യുന്നറിയാമോ? ഈ SO4 2- ചേർന്നിട്ട് FeSO4 എന്ന് പറയുന്ന ഫെറസ് സൾഫേറ്റ് ഉണ്ടാവും. പ്ലസ് ഈ Cu2+ എന്ന് പറയുന്ന അയോൺ കോപ്പർ ആറ്റം ആയിട്ട്, കോപ്പർ മെറ്റൽ ആയിട്ട് മാറും. ഓക്കെ, ഇതും അക്വസ് സ്റ്റേറ്റിലാണ് ഇത് കാണപ്പെടുന്നത്. അതായത് ആ പാത്രത്തിനകത്തെ വെള്ളം എന്തായിട്ട് മാറുന്നത്, അതിന് ബ്ലൂ കളർ മാറിയിട്ട് അതിന് ഫെറസ് സൾഫേറ്റ് ഒരു ഗ്രീൻ കളറാണ്. അപ്പൊ ഗ്രീൻ കളറായിട്ട് മാറും. ഞാൻ നോക്കട്ടെ, ഫെറസ് സൾഫേറ്റിന്റെ കളർ എനിക്ക് ഒന്ന് എടുക്കാൻ പറ്റുമോ?
കണ്ടോ ഫെറസ് സൾഫേറ്റ് സൊല്യൂഷന്റെ കളർ കണ്ടോ ഈ ഗ്രീൻ കളറാണ് പെയിൽ ഗ്രീൻ കളർ എന്ന് പറയും കണ്ടോ ഈ കളറായിട്ട് മാറും ശരിക്കും ഇത് കണ്ടോ കളർ കണ്ടോ നമ്മുടെ അവരുടെ ഓക്കെ ഇത് ഇനി കോപ്പർ സൾഫേറ്റിന്റെ കളർ നോക്കിയോ കോപ്പർ സൾഫേറ്റ് കണ്ടോ കോപ്പർ സൾഫേറ്റിന്റെ കളർ ഇങ്ങനെയായിരിക്കുന്നത് ബ്ലൂ കളർ ഈ ബ്ലൂയിൽ നിന്ന് ഈ ബ്ലൂ കളർ ഈ ഇതുപോലെ ബീക്കറിനകത്ത് ബ്ലൂ കളർ എടുത്തിട്ട് ഇതിനകത്ത് അയൺ മുക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ബ്ലൂ കളറിന്റെ സൊല്യൂഷൻ മാറിയിട്ട് ഒരു പെയിൽ ഗ്രീൻ കളറായിട്ട് മാറും അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇതിനകത്തുള്ള കോപ്പർ അയൺ ആ മുക്കി വെച്ചിരിക്കുന്ന അയണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അയൺ സൾഫേറ്റ് സൊല്യൂഷൻ ആയിട്ട് മാറും എന്നിട്ട് കോപ്പറായിട്ട് എന്താണ് സ്പ്ലിറ്റ് ആവും എന്നുള്ള അല്ലെങ്കിൽ സെപ്പറേറ്റ് ആവും അപ്പൊ ഇത് ബ്ലൂ കളർ ആണെങ്കിൽ ഇത് ഞാൻ ഈ അയോൺസ് ഒന്നും നിങ്ങൾ എഴുതിയാലും കുഴപ്പമില്ലല്ലോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഏതൊക്കെ അയോൺ ആണ് റിയാക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്നത് അതെങ്ങനെയാണ് തമ്മിൽ എന്താണ് ബോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അത് എഴുതുന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് ഇത് എഴുതിയത് അതിന്റെ കളറും അതെന്താണെന്നുള്ള കാര്യം മാത്രമേ ഇത് പെയിൽ ഗ്രീൻ കളറാണ് ഈ കോപ്പർ പോയിട്ട് നമ്മുടെ അയണിന്റെ ഇരുമ്പയിലോട്ട് നമ്മൾ എന്ത് ചെയ്യും പറ്റിപ്പിടിക്കും ഓക്കെ അപ്പൊ അതിന്റെ സർഫസ് ബ്രൗൺ ആയിട്ട് മാറും അപ്പൊ ഇതാണ് അവിടെ നടക്കുന്ന ഡിസ്പ്ലേ ഇവിടെ നോക്കി ഒരാൾ അതായത് ഇത് ഞാനും അപർണയുമായിരുന്നു ഞാൻ അപർണയായിരുന്നു എന്നാൽ ജുവാൻ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ ജുവാനിലൂടെ പോയി കണ്ടോ പ്ലസ് കത്തിയോ സംഭവം മനസ്സിലായോ രണ്ടുപേരും അപർണ ജുവാൻ ഇതിനകത്ത് വേറൊരു കാര്യം നോക്കണം എല്ലാരും വന്നാൽ എല്ലാം മാറിക്കൊടുക്കത്തില്ല ഈ മാറ്റാൻ കഴിവുള്ള ആളെന്ന് പറഞ്ഞാൽ നല്ല റിയാക്റ്റീവ് ആയിട്ടുള്ള ആളാണ് നമുക്ക് റിയാക്റ്റീവ് ഡിസീസസ് എന്ന് പറഞ്ഞാൽ അടുത്ത ചാപ്റ്റർ പഠിക്കാറുണ്ട് അപ്പൊ ഇതിനകത്ത് കോപ്പറിനെ എപ്പി മാറ്റിയെങ്കിൽ കോപ്പറിനെക്കാട്ടും റിയാക്റ്റീവ് ആണ് എപ്പി അതുകൊണ്ടാണ് കോപ്പറിനെ മാറ്റിയത് ഉദാഹരണം പറയാം മൂത്താള് ഇളയാൾ നോക്കിയാണ് ഈ കോപ്പർ എന്ന് പറഞ്ഞ ഇളയാളാണ് ഈ SO4 എന്ന് പറഞ്ഞൊരു കസേരയാണ് അപ്പം മൂത്താള് ഇപ്പൊ ഇളയാള് കസേരയിൽ ഇരിക്കുക പക്ഷെ മൂത്താള് വന്നു നമ്മുടെ നാട്ടുനടപ്പനുസരിച്ച് മൂത്താള് വരുമ്പോഴേക്കും വേറെ കസേരയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇളയ ആൾക്കാർ എന്ത് ചെയ്യും എണീറ്റ് കൊടുക്കും അങ്ങനെ മൂത്താള് വന്നു ഇളയാൾ എണീറ്റ് കൊടുക്കും അതാണ് ഉദ്ദേശിക്കുന്നത് അടുത്ത ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് പറയാം നമ്മൾ കുറെ എക്സാമ്പിൾ പറയുന്നുണ്ട് ബസ്സിന്റെ ഒക്കെ ഒരു കഥയൊക്കെ വെച്ചിട്ടാണ് നമ്മളെല്ലാം പറയുന്നത് തൽക്കാലം താഴോട്ട് എഴുതിയിട്ട് ഇങ്ങോട്ട് എഴുതുക ഹിയർ SE is more reaction hence SE displaces from CuSO4 solution during this reaction during this reaction blue color of CuSO4 solution disappears and becomes pale green due to the formation of also surface of iron gets brown ആ മുക്കി വെച്ചിരിക്കുന്ന അയണിന്റെ സർഫസ് ബ്രൗൺ ആവും ഡ്യൂ ടു deposition of copper ആ സെപ്പറേറ്റ് ആയിട്ടുള്ള കോപ്പർ അവിടെ പോയി ഡെപ്പോസിറ്റ് ചെയ്യും കോപ്പർ
സർ ആ ഈ സൊല്യൂഷൻ ഇല്ലേ മറ്റേ ഡെഫിനിഷൻ ഏതാ സോൾട്ട് സൊല്യൂഷൻ ആ അതിന് എന്തോ ഉദ്ദേശിക്കുന്നത്, അതിനെന്തോ ഇപ്പം സോൾട്ട് യൂസ് സൊല്യൂഷൻ എന്ന് അതിനകത്ത്? പറയുമ്പോൾ ഈ നമ്മുടെ ഇതിനകത്ത് പോസിറ്റീവ് അയോണും ഒരു നെഗറ്റീവ് അയോണും കൂടെ ചേരുമ്പം നമുക്ക് ശരിക്കും കെമിസ്ട്രിയിൽ 3 ടൈപ്പ് കോമ്പൗണ്ടുകളാണുള്ളത്. ഒന്നെങ്കിൽ ഒരു ആസിഡ് ആയിരിക്കും, ഒന്നെങ്കിൽ ഒരു ബേസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സോൾട്ട് ആയിരിക്കും. അപ്പം ഹൈഡ്രജൻ H+ഉം OH- അല്ലാത്ത വേറെ ഏത് പോസിറ്റീവ് നെഗറ്റീവ് ആണ് ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാധനമാണ് സോൾട്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെ കറി ഇടുന്ന ഉപ്പ് പോലെ ആയിരിക്കും അതിരിക്കുന്നത്. ഇപ്പോൾ കോപ്പർ സൾഫേറ്റ് സോൾട്ട് ആണ്, പക്ഷെ അതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും അത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആവും. ഇപ്പം ഉപ്പ് നമ്മുടെ വീട്ടിലെ അതിനകത്ത് ഉപ്പെന്ന് പറയുമ്പോൾ അത് സോളിഡാണ്, അതിനകത്ത് വെള്ളം ഒഴിക്കുമ്പോഴോ എന്തോന്ന് അതിന് പറയുന്നത്? ഉപ്പെന്ന് പറയുമോ ഉപ്പ് വെള്ളം എന്ന് പറയുമോ? ഉപ്പ് വെള്ളം. ആ ഉപ്പ് വെള്ളം എന്ന് പറയും. അതിനെ നമുക്ക് അക്വസ് ഉപ്പെന്നും പറയാം, അല്ലെങ്കിൽ ഉപ്പ് സൊല്യൂഷൻ എന്നും പറയാം. ഓക്കെ, ഓക്കെ. അപ്പം നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനും കഴിഞ്ഞു. ഇനി വേറെ കുറേ എക്സാമ്പിൾ നമുക്ക് വേണേൽ എഴുതാം കേട്ടോ. അതായത് ഇസഡ് എൻ, ഞാൻ അതും കൂടെ വേണമെങ്കിൽ ഒന്ന് എഴുതാം. അതൊക്കെ അടുത്ത ചാപ്റ്ററിൽ നമുക്കുണ്ട്. ഇതും കൂടെ വേണേൽ എഴുതി വെക്കും. ഇസഡ് എൻ സോളിഡ് സ്റ്റേറ്റിൽ പ്ലസ് കോപ്പർ സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, CuSO4. അത് അക്വസ് ആണ്. അക്വസ് എന്ന് പറയുമ്പോൾ സൊല്യൂഷൻ സ്റ്റേറ്റിലാണ്, സോളിഡ് അല്ല, സൊല്യൂഷൻ സ്റ്റേറ്റിലാണ്. അതായത് ആ സോൾട്ട് എടുത്തിട്ട്, സോളിഡ് സ്റ്റേറ്റിലുള്ള ഈ സോൾട്ട് എടുത്തിട്ട് വെള്ളത്തിനകത്ത് കലക്കി, അപ്പോഴാണ് അക്വസ് ആവുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യും? സിങ്ക് കോപ്പറിനേക്കാളും മൂത്ത ആളായതുകൊണ്ട്, അത് റിയാക്ടിവിറ്റി കൂടുതലായതുകൊണ്ട് സിങ്ക് പോയി ചേർന്നിട്ട് ZnSO4, അത് അക്വസ് സ്റ്റേറ്റിലാണ്, പ്ലസ് Cu സെപ്പറേറ്റ് ആവും. ഇനി അടുത്ത വേറൊരു എക്സാമ്പിൾ നോക്കാം. ലെഡ് സോളിഡ് സ്റ്റേറ്റിലാണ്, പ്ലസ് അത് CuCl2 എന്ന് പറയുന്ന അക്വസ് സ്റ്റേറ്റിലുള്ള വേറെ സോൾട്ടുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ലെഡ് കോപ്പറിനെക്കാട്ടിലും പ്രായമുള്ള ആളാണ്, അതായത് റിയാക്റ്റീവ് ആണ് എന്ന സെൻസിൽ. അങ്ങനെയാണെങ്കിൽ വീണ്ടും ആ ലെഡിന്റെ വാലൻസി Pb2+ ആണ്, അത് Cl2 ആയിട്ട് ചേർന്നിട്ട് PbCl2 ഉണ്ടാവും, അക്വസ് സ്റ്റേറ്റിലാണ്, പ്ലസ് Cu സെപ്പറേറ്റ് ആവും. താഴെ എഴുതാം, സിങ്ക് ആൻഡ് ലെഡ് ആർ മോർ റിയാക്റ്റീവ് than copper.